നമ്മൾ കഴിഞ്ഞ ദിവസം സപ്പോർട്ട് റെസിസ്റ്റൻസ് പറഞ്ഞില്ലേ? ആ ഓക്കെ. റെസിസ്റ്റൻസ് ബൈയും സപ്പോർട്ട് സെല്ലും പറഞ്ഞു അല്ലേ? ഉം. പിന്നെ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് പറ്റും കേട്ടോ മാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് കാൻഡിൽസ് നോക്കേണ്ടത് കാൻഡിൽസ്. ഈ ചാർട്ട് കാണുന്നുണ്ടോ? ഇല്ല വന്നിട്ടില്ല ഷെയർ ചെയ്തിട്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? വരുന്നു അല്ലേ? വന്നു. ഓക്കെ ഓക്കെ. കണ്ടു. ഓക്കെ. പിന്നെ ക്യാൻഡിൽസിന്റെ ഇതറിയാവോ? ഈ ക്യാൻഡിൽസ് ഓപ്പൺ ഹൈ, ഓപ്പൺ ക്ലോസ്, ഹൈ ലോ, അതൊക്കെ അറിയാവോ? അത് ഇയാള് തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലേ? വെറുതെ ഓക്കെ. ആ, ഉം. ഇപ്പൊ ഒ എച്ച് എൽ എന്ന് വിളിക്കും. ഓപ്പൺ, ആ ഹൈ, ലോ, ക്ലോസ്, അങ്ങനെ വിളിക്കാം നമുക്ക് അതിന്റെ. ഓക്കെ, ഇപ്പൊ ഇത് ഇപ്പൊ ഈ ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് താഴെ ബോട്ടത്തിൽ ഓപ്പൺ ചെയ്യുന്നു, ടോപ്പിൽ ക്ലോസ് ചെയ്യുന്നു അല്ലെ? തുടങ്ങിയതിനേക്കാളും ഉം. മുകളിൽ ക്ലോസ് ചെയ്തതിനാൽ ഗ്രീൻ ക്യാൻഡിൽ, തുടങ്ങിയതിനേക്കാൾ നെഗറ്റീവ് ക്ലോസ് തുടങ്ങിയതിനേക്കാൾ താഴെ ക്ലോസ് ചെയ്ത റെഡ് ക്യാൻഡിൽ. ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞതാണ് അല്ലെ? അതുപോലെ തന്നെ അങ്ങനെ ഇത് പറഞ്ഞില്ല, ജസ്റ്റ് നമുക്ക് ആ ചാർട്ട് കാണിച്ചു തന്നപ്പം ഗ്രീനും റെഡും എന്താന്ന് പറഞ്ഞു. അപ്പം ഗ്രീൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകും അങ്ങനെ. ഓക്കെ. ജസ്റ്റ് അപ്പൊ ഇതിന്റെ ആ, ഓപ്പൺ ക്ലോസ് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു പറഞ്ഞല്ലേ? ജസ്റ്റ് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞാൻ അന്നേരം ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മൾ ഇത് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, മുകളിൽ ക്ലോസ് ചെയ്യുന്നു അല്ലെ? ഈ ആ മുകളിലെ ഹൈയും ലോയും പറഞ്ഞില്ലേ? ചില നമ്മള് ഒരു 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 എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ടാവും ടിറ്റോ ആ ബ്രോന്റെ. അതെ ആ, ആ കറക്റ്റ്. ഓക്കെ, അതുപോലെ എന്താ ക്യാൻഡിൽസിന്റെ എല്ലാ ക്യാൻഡിൽസിന്റെ താഴെ മേലെ ഷാഡോസ് ഉണ്ട്. താഴത്തെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന ബയ്യേഴ്സ് ആണ്. റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും താഴത്തെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന ബയ്യേഴ്സ് ആണ്. അതുപോലെ തന്നെ മുകളിലെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന സെല്ലർമാരാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ക്യാൻഡിൽസാ. ഇത്ര ക്യാൻഡിൽസ് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു, ഓക്കെ, നമ്മൾ ജസ്റ്റ് പറഞ്ഞു ഇപ്പൊ റെസിസ്റ്റൻസ് സെല് ചെയ്യാന്ന് പറഞ്ഞല്ലേ? മാർക്കറ്റ് റെസിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ താഴ്ത്തി വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. അതുപോലെ ഉം. സപ്പോർട്ട് മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഉം. ഇതുണ്ട്, ഉം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ നമുക്ക് എപ്പോഴും പറഞ്ഞു ഈ റെസിസ്റ്റൻസും താഴത്തേക്ക് വരാനുള്ളതൊക്കെ പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് റെസിസ്റ്റൻസും താഴത്തേക്ക് വരാം, മേ ബി വരാതിരിക്കാം. അപ്പൊ ഈ പ്രോബബിലിറ്റിനെ അല്ലെങ്കിൽ ഒരു 50-50 ചാൻസിനെ ഒന്നും കൂടി കൺഫേം ആക്കുന്നതാണ് കാൻഡിൽസ് വെച്ചിട്ടാണ് നോക്കുക നമ്മൾ. ഒന്നും കൂടി കൺഫേം ആക്കുക കാൻഡിൽസ് വെച്ചിട്ടാണ്. ഈ കാണുന്ന ഓക്കെ. കാൻഡിൽസ് കണ്ടോ? ഇതില് ആ 3 ടൈപ്പ് കാൻഡിൽസ് ഉണ്ട്. ഒന്ന് ന്യൂട്രൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, സെക്കൻഡ് വൺ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, തേർഡ് വൺ ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. ഇങ്ങനെ മൊത്തം 3 ടൈപ്പ് കാൻഡിൽസ് ഉണ്ട്. ഉം. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് ഇതിപ്പോ നമ്മള് ചാർട്ട് അയച്ചു തന്ന് ഒരു സെല്ലർ ഡൗൺ സൈഡ് ട്രേഡ്സ് അയച്ചു തന്നിരുന്നത്, അല്ലേ? ആ അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ബെയറിഷ് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഓർഡറിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. മാമിന് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഈ ഒരു സ്കാനിൽ കണ്ടോ ബെയറിഷിനുണ്ടല്ലോ, ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. നമ്മുടെ ഉം. റെസിസ്റ്റൻസ് ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിന് താഴെ ഈ 8 ക്യാൻഡിലാണ്. ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും, ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ ആണോ? ആ റെഡ് കളറിന്റെ ക്യാൻഡിൽ അല്ലേ പറയുന്നത്? ആ ആ, പാറ്റേണിൽ ആ റെഡ് കളർ ആ, താല്പര്യം. വാട്ട് എവർ റെഡ് ആവട്ടെ ഗ്രീൻ ആവട്ടെ കുഴപ്പമില്ല. റെസിസ്റ്റൻസിന് താഴെ മതി. അത് ചിലപ്പോൾ ഈ സെയിം റെഡ് ക്യാൻഡിൽ അത് ഗ്രീൻ ആയിട്ടും വരാം. ഉം. അപ്പൊ അതിന്റെ കാര്യം പറയാം, ഈ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ആയിട്ടും വരാം. എത്രയേ ഉള്ളൂ, താഴെ ബോഡി മുകളിൽ ഷേഡോ, താഴെ ബോഡി മുകളിൽ ഷേഡോ.
അങ്ങനെ ഒരു ആ ക്യാൻഡിൽ നമ്മുടെ റെസിസ്റ്റൻസിൽ വന്നാൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കാം. കാരണം മുകളിൽ ഈ ഷാഡോ ക്രിയേറ്റ് ചെയ്താരാണ്? ബയ്യേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ ഈ ഷാഡോ ക്രിയേറ്റ് ചെയ്തത്? ബയ്യേഴ്സ് അല്ലല്ല സെൽ ആ ബയ്യേഴ്സ് സെല്ലേഴ്സ്. എല്ലാ ക്യാൻഡിൽസും സോറി. മുകളിലെ ഷാഡോ ആ ക്രിയേറ്റ് ചെയ്യുന്ന സെല്ലർമാരാണ്. അതെ അതെ സോറി. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ താഴത്ത് മേടിച്ച് മേടിച്ച് മേലേക്ക് കയറ്റുന്നു അല്ലെ? ആ അവിടെ നിന്ന് അതെ ആൾക്കാർ അതെ വിറ്റ് കളയുമ്പോഴാണ് നേരെ താഴത്തേക്ക് താഴത്തേക്ക് ഒരു വരുന്നത്. ഷാഡോട് ആ മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ എട്ടെണ്ണത്തിൽ നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു. അപ്പൊ റെസിസ്റ്റൻസ് ഉം, ഇപ്പൊ ഞാൻ മാം ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചു. ഞാൻ ഉം, റെസിസ്റ്റൻസ് എത്തിയ വഴിക്ക് ഞാനത് സെല് ചെയ്തു. റെസിസ്റ്റൻസ് എത്തിയ വഴിക്ക് ഞാൻ സെല് ചെയ്തു. മാം ഉം, ജസ്റ്റ് ഒരു കൺഫർമേഷൻ എടുത്തു. മാം ജസ്റ്റ് കൺഫർമേഷൻ വെയിറ്റ് ചെയ്തു. ആ റെസിസ്റ്റൻസ് എത്തി. അവിടെ കുറച്ച് നേരം തിരിഞ്ഞിട്ട് അവിടെ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ കിട്ടി. ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ കിട്ടിയതിന് ശേഷം മാം ട്രേഡ് ചെയ്തു. അപ്പൊ ഒന്നും കൂടി മിൻ ചെയ്യാൻ ചാൻസ് മാമിന് ട്രേഡ് ആണ്. ആ റെസിസ്റ്റൻസ് ഇപ്പൊ നമ്മളിങ്ങനെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് ഞാൻ ഇവിടെ എത്തിയ വഴിക്ക് ഞാൻ സെല്ലൻഡർ എടുത്തു. മാം വെയിറ്റ് ചെയ്യും. മാം ഒരു കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാണ്. ഉം. ഇവിടെ കൺഫർമേഷൻ കിട്ടിയില്ല, ഇങ്ങനെ കയറിപ്പോയി. അപ്പൊ എന്റെ ട്രേഡ് എസ് എൽ അടിക്കും, മാമിന് ട്രേഡ് എസ് എൽ അടിച്ചിട്ടുണ്ടാവില്ല. മാം ട്രേഡ് എടുത്താൽ ഞാനില്ലേ ഒരു കോമൺ എക്സാമ്പിൾ ഒരു മറ്റേ വളരെ ഇതിൽ ചോദിക്കട്ടെ. ഞാൻ ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മള് റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തു എന്ന് പറയണു. അപ്പൊ അപ്പൊ എല്ലാത്തിന്റെ വോയിസ് ബ്രേക്ക് വാല്യൂ ഇവിടെ ഒന്നും പറയും. കൊടുത്ത് ഹലോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. എല്ലാ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്യുമ്പോഴും നമ്മുടെ ആ പോയിന്റിന് നേരെ ഒരു ഡോളർ വാല്യൂ ഉണ്ടല്ലോ. ആ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ വെച്ച് ഒരു സാധനം വിൽക്കുമ്പോ ഉം. അതിന്റെ വില ആ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 50 രൂപയോ $50 എന്തെങ്കിലും ആവട്ടെ ആ ഒരു വില. താഴത്തോട്ടുള്ള ക്യാൻഡിൽ കാണിക്കും തോറും വില കുറയല്ലേ ചെയ്യണേ? അതെ അല്ലേ? അതെ. അപ്പൊ നമ്മൾ താഴത്തോട്ട് വെക്കും തോറും കുറഞ്ഞു കുറഞ്ഞു പോവല്ലേ ചെയ്യണ വില. അപ്പം ഫസ്റ്റ് റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്യുമ്പോൾ ആ വാല്യൂ പോവല്ലേ? ആ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നത് റെസിസ്റ്റൻസ് നിൽക്കുമ്പോ റെസിസ്റ്റൻസ് ഇവിടെ ഉള്ള പ്രൈസ് 100 ആണെങ്കിൽ ആ നമ്മൾ ആ ഇവിടെ നിന്ന് തിരിയുമ്പോ ഇവിടെ 95 ആയിട്ടുണ്ടാവും അതെ. അല്ലേ? അപ്പൊ ആ നമ്മൾ താഴത്തേക്ക് പോവാൻ വെയിറ്റ് ചെയ്യും തോറും ഉം. അവിടെ അല്ല, നല്ലതാണ് എടുക്കണേന്ന് പറയുന്നതിനോട് ഒറ്റ മിനിറ്റ്. നമ്മുടെ ടി ആ, പി ഇതായിരിക്കും, നമ്മുടെ ടാർജറ്റ് ഇതായിരിക്കും. 50 നമുക്ക് ടി പി ഉണ്ടാവുക, ടാർജറ്റ്. ആ, അപ്പൊ ഇവിടെ മാം അതെനിക്ക് മനസ്സിലാവില്ല. സ്റ്റോപ്പ് അല്ല ടി പി ടാർഗറ്റ്. ഓക്കെ. മീൻസ് ടാർഗറ്റ് പോയിന്റ്. നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറേണ്ട ഒരു ഏരിയ 50 ആണ്. ഈ 100 ഈ 50 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 50 പോയിന്റ് പ്രോഫിറ്റ് എടുത്ത് മാറും നമ്മൾ. ഓക്കെ. ഓക്കെ. ആ അപ്പൊ ഇവിടെ 100 കറക്റ്റ് സെല്ലിന് പ്രശ്നമില്ല. 100 നമുക്ക് ഇത് റെസിസ്റ്റൻസ് ആണ്, താഴ്ത്തിക്ക് വരാൻ ചാൻസ് ഒരു ഏരിയ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഓക്കെ. കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം സെല് ചെയ്യണം ഏറ്റവും ബെറ്റർ. അപ്പൊ കൺഫർമേഷൻ വരുമ്പോൾ ചില മേ ബി നമുക്ക് കറക്റ്റ് 100 കിട്ടിക്കോണം നിർബന്ധമില്ല. നമുക്ക് ചിലപ്പോൾ 5 പോയിന്റ് 10 പോയിന്റ് താഴത്തേക്ക് ഇറങ്ങിയിട്ടായിരിക്കും മേ ബി കിട്ടുന്നുണ്ടാവുക. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവിടെ കൺഫർമേഷൻ വന്നത് കാരണം ആ ട്രേഡ് വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഒരു ഓക്കെ. കൺഫർമേഷൻ വന്നത് കാരണം ആ ട്രേഡ് വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ ആണോ? മാമിന് ആ ഷോർട്ട് സെൽ എന്താണെന്ന് അറിയത്തില്ലേ? ഡോട്ട് സെൽ. നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു വസ്തു ആദ്യമേ സെല് ചെയ്തുകൊണ്ട് ഓക്കെ. പിന്നെ അത് യെസ്. ഓക്കെ അതറിയാം. പക്ഷെ ആ ഓക്കെ ടേം എനിക്ക് ആ മനസ്സിലായില്ലായിരുന്നു പെട്ടെന്ന്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതില് ആ ഇപ്പൊ മനസ്സിലായി റെസിസ്റ്റൻസ് എന്തുകൊണ്ട് ഒരു കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം മാത്രം സെല് ചെയ്യുന്ന പറയാനുള്ള കാരണം. ഓക്കെ. ഓക്കെ. ആ, ഇപ്പൊ ഇപ്പൊ മനസ്സിലായി. മാം ചോദിച്ചാൽ ആൻസർ കിട്ടിയോ? ആ ഉറപ്പല്ലേ അത്? ആ ടേം മനസ്സിലാവുക. എനിക്ക് ഓക്കെ. അല്ല, മാം ചോദിച്ചാൽ ആൻസർ തിരിച്ചു കിട്ടിയെന്ന് ചോദിക്കുന്നത്. കിട്ടി കിട്ടി കിട്ടി. ഓക്കെ. അപ്പൊ ആ റെസിസ്റ്റൻസിൽ മാർക്ക് ചെയ്തു. നമ്മൾ റെസിസ്റ്റൻസ് ഇങ്ങനെ മാർക്ക് ചെയ്തു. ആ യെസ്, ഇവിടെ മാർക്ക് ചെയ്തു. ആ റെസിസ്റ്റൻസിന് താഴെ കണ്ട, താഴെ ബോഡി മുകളിൽ ഷാഡോ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ക്യാൻഡിൽസ് വിളിക്കുന്ന പേരാണ് ഷൂട്ടിംഗ് സ്റ്റാർ വിളിക്കും. ഷൂട്ടിംഗ് സ്റ്റാർ. റെസിസ്റ്റൻസിൽ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്നാൽ മാർക്കറ്റ് ഡൗൺ വീഴാൻ ചാൻസ്. റെസിസ്റ്റൻസിൽ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ഡൗൺ സൈഡ് വീഴാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, ഇത് ഗ്രീനിനും വരാം റെഡിലും വരാം. റെസിസ്റ്റൻസിൽ ആയി കഴിഞ്ഞാൽ അത് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. മനസ്സിലായി? ക്യാൻഡിൽസിന് പ്രസക്തി ഇല്ല. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത് മാർക്കറ്റിൽ. ഈ റെസിസ്റ്റൻസിന് താഴെ കണ്ടോ, ഈ ക്യാൻഡിൽ റെസിസ്റ്റൻസ് താഴെ ഇവിടെ വന്നിരിക്കും, ഇങ്ങനെ വന്നിരിക്കും. അത് ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സപ്പോർട്ടിന് മുകളിലാണെങ്കിൽ അത് ഇൻവേർട്ടഡ് ഹാമർ ആയിട്ട് മാറും. അത് പേര് കണ്ടോ, ഇൻവേർട്ടഡ് ഹാമർ. ഓക്കെ. ഓക്കെ, അത് സപ്പോർട്ടിന് മുകളിൽ ഇൻവേർട്ടർ ഹാമർ വന്ന അപ്സൈഡും, റെസിസ്റ്റൻസിന് താഴെ ഇതേ ക്യാൻഡിൽ റെസിസ്റ്റൻസ് താഴെ വന്നു കഴിഞ്ഞാൽ അത് ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് മാറും. മാർക്കറ്റ് താഴത്തേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആ ഇപ്പൊ ഇതേ ഒരു ചാർട്ടല്ലോ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ട്രേഡിംഗ് വ്യൂടെ വാട്സപ്പിൽ. വാട്സില്. യെസ്, ഇതാ ഇത് ഓക്കെ അല്ലേ? പക്ഷെ അത് ക്ലിയർ ആയിട്ട് ക്യാൻഡിൽ. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ട്രേഡിംഗ് വ്യൂ എടുക്കാം.
ട്രേഡിംഗ് വ്യൂ ഇല്ല. ലോഡിംഗ് ആണ്, നെറ്റ്വർക്കിന് എന്ത് ഇഷ്യൂ ആണ്. ഓക്കെ ഡൺ. നമ്മുടെ അടുത്ത പേര് NSDJPY അല്ലേ? ആ ടൈം ഫ്രെയിം 4 അവർ. ചാർട്ട് കാണുന്നുണ്ടോ? ചാർട്ട് കാണുന്നുണ്ടോ? ഇല്ല. അല്ലേ? യെസ്, ഇപ്പൊ ഓക്കെ അല്ലേ? വരുന്നുണ്ട്. അല്ലേ? ആ, വരുന്നുണ്ടല്ലോ. ഓക്കെ ഉണ്ടോ? കറക്റ്റ് നമ്മുടെ റെസിസ്റ്റൻസിൽ കാണാം. റെസിസ്റ്റൻസിൽ ഉണ്ടോ? മുകളിൽ ഷേഡ, താഴെ ബോഡിയുള്ള ക്യാൻഡിൽ അല്ലേ? ഇവിടെ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ്സ് എടുത്തൂടെ? അത് ആ, ഒരു മിനിറ്റ്. ആദ്യം ആ പച്ച മുകളിൽ പോയിട്ട് അവിടെ റെസിസ്റ്റൻസിൽ കറക്റ്റ് ടോപ്പ് രണ്ട് തരം ഉണ്ട്. എനിക്ക് മനസ്സിലായി. ചോദിച്ചു എന്താണ് ചോദിച്ചാൽ ക്ലിയർ ആവുന്നത്? അതായത് ആ ബ്ലാക്ക് ലൈൻ ആ മുട്ടുന്നത് ആ റെഡ് ക്യാൻഡിലിന്റെ ഇതിലാണ്. ആ അതെ, റെഡ് ക്യാൻഡിൽ ആ മുട്ടിയിരിക്കുന്നത്. ക്യാൻഡിലാണോ പറയണേ? ആ അതാണ് ഷൂട്ടിംഗ് സ്റ്റാർ. വേണ്ട, ഓക്കെ. നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ കണ്ടോ ഈ ഒരു പോയിന്റ്, ഇത് ഈ ടൂൾ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടോ താഴെ ബോഡി കണ്ടോ, താഴെ ബോഡി മുകളിൽ ഷാഡോ അല്ലെ? ഷൂട്ടിംഗ് സ്റ്റാർ അല്ലേ ഇത്? ഓക്കെ ഓക്കെ. അല്ലേ? ഉണ്ടോ? അതിനുശേഷം ഉണ്ടോ നമുക്ക് ഗ്രീൻ ക്യാനിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ലോ അങ്ങനെ മാർക്ക് ചെയ്തേക്കും. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് താഴത്തേക്ക് അങ്ങനെ ട്രേഡ്സ് എടുക്കും. റെഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഇവിടെ റെഡ് ആണല്ലോ, നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഇനി അല്ല, ഈ റെഡിന് പകരം ഇവിടെ ഗ്രീൻ ആണെങ്കിൽ നമ്മളിവിടെ താഴെ അതിന്റെ ഇങ്ങനെ ലോ പോയിന്റ് മാർക്ക് ചെയ്തേക്കും, ഇങ്ങനെ ലോ മാർക്ക് ചെയ്തേക്കും. എന്നിട്ട് അതും കൂടി മാർക്കറ്റ് താഴത്തേക്ക് കഴിഞ്ഞിട്ട്. ബ്രേക്ക് ആയാൽ മാത്രമാണ് നമ്മൾ ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കുള്ളൂ. ഓക്കെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായി. യെസ്. അപ്പൊ ഇതിനുള്ള ഈ ക്യാൻഡിൽസ് വിളിക്കുന്ന പേര് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിന് മുന്നേ ആണെങ്കിലും ഇത് വരച്ചു തരണം. സമയമില്ല, എനിക്ക് ഇറങ്ങി വർക്കിനിടയിലാണ്. അപ്പൊ മേ ബി സൺഡേ വരച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഗ്രൂപ്പ് ഒരു ഇട്ടാൽ മതി. ഒന്നോ അല്ല എന്താ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഒരു 4 അവർ ചാർട്ടോ 1 അവർ ചാർട്ട് എടുത്തിട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് റെസിസ്റ്റൻസിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്യാൻഡിൽസ് കണ്ടെങ്കിൽ, ഇങ്ങനത്തെ ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്തിടുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് മാർക്ക് ചെയ്ത ഐഡിയ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണാം. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ അഞ്ചാമത്തെ 1 2 3 4 അഞ്ചാമത്തെ ടൂൾ ബോക്സിന്റെ ഉള്ളിൽ സർക്കിൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സർക്കിൾ കണ്ടോ? ആ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതാണോ ക്യാൻഡിൽ, ആ ക്യാൻഡിൽസിന് മേലെ കൂടി മൗസ് വയ്ക്കുക, ഇങ്ങനെ ഡ്രോ ചെയ്യുക, ഇതുപോലെ ഡ്രോ ചെയ്യുക. എന്നിട്ട് അവിടെ ഈ ടെക്സ്റ്റ് എടുത്തിട്ട് ഏതാണ് ക്യാൻഡിൽസിന്റെ പേര്, ഈ ക്യാൻഡിലിന്റെ പേരെന്താ? ഷൂട്ടിംഗ് സ്റ്റാർ അല്ലേ? അതിന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ SS കൊടുത്താൽ മതി. ഷൂട്ടിംഗ് സ്റ്റാർ SHST കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ മനസ്സിലായി നമുക്ക് അറിയണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ക്ലിയർ അല്ലേ? യെസ്, വിശ്വസിക്കുന്നു കേട്ടോ. അല്ല, ക്ലിയറാ. ഓക്കെ. വീണ്ടും നമ്മുടെ ക്യാൻഡിൽസിന്റെ അത് PDF വന്നിട്ടുണ്ട് കേട്ടോ. ഈ PDF വേണമെങ്കിൽ ഗ്രൂപ്പിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടാണ്. ഗ്രൂപ്പിൽ ചോദിച്ചാൽ മാത്രമേ അയക്കുള്ളൂ, വേറെ കാര്യം. ഓക്കെ, വേറെ ഒന്നുമല്ല, എല്ലാവരും ചോദിക്കേണ്ട ആവശ്യമാണ്. ഓക്കെ, ഷൂട്ടിംഗ് സ്റ്റാർ പറഞ്ഞല്ലേ. അടുത്തതാ റെസിസ്റ്റൻസ്. നമ്മളെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. റെസിസ്റ്റൻസിലുണ്ടോ മുകളിൽ ബോഡി താഴെ ഷേഡോ, ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്നാൽ വിളിക്കുന്ന പേര് ഹാങ്ങിങ് മാൻ എന്നാണ്. ഹാങ്ങിങ് മാൻ. ഇത് വന്നാലും മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആരും ക്യാൻഡിൽസിന്റെ പേര് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മൾ ജസ്റ്റ് ദിനം പ്രതി ചാർട്ട് നോക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന ക്യാൻഡിൽസാ, ഓട്ടോമാറ്റിക് കയറിക്കോളും. ക്യാൻഡിൽസിന് പ്രസക്തി ഇല്ല. ക്യാൻഡിൽസ് സിംഗിൾ ആയിട്ട് ജസ്റ്റ് ഒരു സ്ഥലത്ത് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കിട്ടിയായിരിക്കും മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്ന എവിടെയും പറയുന്നില്ല, താഴത്തേക്ക് വീഴൂല. നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസ് അല്ലെ സെല്ലിംഗ് സോണിൽ വേണം ആ ഒരു ക്യാൻഡിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്യാൻഡിൽസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ക്യാൻഡിൽസ് ഇമ്പോർട്ടൻസ് ആണ്, ക്യാൻഡിൽസ് ആണ് കൺഫർമേഷൻസ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആദ്യം നോക്കേണ്ടത് ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏരിയാസ് മാർക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിലാണ്, സെല്ലിങ്ങിന്റെ സെക്കൻഡ് ക്യാൻഡിലാണ് ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ. മുകളിൽ ബോഡി താഴെ ഷേഡോ, മുകളിൽ ബോഡി താഴെ ഷേഡോ.
ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്നാൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കാം. ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കാം. അതുപോലെ ലാസ്റ്റ് വൺ, തേർഡ് വൺ ഗ്രേവ് സ്റ്റോൺ ഡോജി. തേർഡ് വൺ ഗ്രേവ് സ്റ്റോൺ ഡോജി. മുകളിൽ ഒരു ഷേഡോ മാത്രം, താഴെ ബോഡി ഇല്ല. എന്നാൽ പോലും ഇത് നമുക്ക് ഒരു സെൽ ട്രേഡ്, ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കാം. ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വിന്നിംഗ് റേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. രണ്ടാമത്തെ ഇതുള്ളൂ. ഇതിൽ നിന്നും ട്രേഡ്സ് എടുക്കാറില്ല. ഇവിടെ വേറെ എന്തെങ്കിലും വേറെ നല്ല നല്ല സ്ട്രോങ് സില്ലിംഗ് ക്യാൻഡിൽ കിട്ടിയതിനു ശേഷം മാത്രം വലിയ ട്രേഡ്സ് എടുക്കുന്നുണ്ടാവും. എപ്പോഴും ഒരു ട്രേഡ് എൻട്രി ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എൻട്രി എടുക്കും. കാരണം വൺസ് ട്രേഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഇറങ്ങിപ്പോലും നടക്കില്ല. നമുക്ക് ഇറങ്ങിയാൽ സുഖമാണ്, വെറുതെ എക്സിറ്റ് കൊടുത്താൽ മതി. അതല്ല പറഞ്ഞത്, മൈൻഡ് സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോഴും ഒരു ട്രേഡ്സ് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അനാലിസ് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം മാത്രം ട്രേഡ്സ് എടുക്കുക. ഓക്കെ, ഈ 3 ക്യാൻഡിൽസ് ഓക്കെ ആണോ? ഓക്കെ, ഇത്ര ഉള്ളത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്ത്, ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കയറി പോയി അല്ലെ. അത് റെസിസ്റ്റൻസ് സോണാ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിൽ 3 പേരുണ്ട് അല്ലെ. 3 പേരും ഇവിടെ മേടിച്ചിട്ട് ഈ 2 പേർക്ക് മനസ്സിലായി ഒരു സെല്ലിംഗ് സോണാണ് മനസ്സിലായി. നേരെ താഴത്തേക്ക് ഇറങ്ങി. നമ്മൾ രണ്ടൊരു വിറ്റ് കളഞ്ഞു. നമ്മുടെ പൊസിഷൻസ് ഇവിടെ എക്സിറ്റ് ചെയ്ത് മാറി. അപ്പൊ നേരെ താഴത്തേക്ക് പോയിട്ട് തുടങ്ങിയതിനേക്കാൾ നെഗറ്റീവ് ക്ലോസ് കിട്ടി അല്ലെ. അപ്പൊ മുകളിലത്തെ ഷാഡോ അത് ക്രിയേറ്റ് ചെയ്ത സെല്ലേഴ്സ് ആണ്. താഴത്തെ നേരെ നെഗറ്റീവ് ക്ലോസ് കിട്ടി. ഇനി ഇവിടെ നോക്കാം. ഇവിടെ കണ്ടോ, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും താഴത്തേക്ക് പോയി. അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ, ഇതിൽ ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും താഴത്തേക്ക് പോയി. പക്ഷെ ഇവിടുന്ന് ആർക്കും മേടിച്ച് ബൈത് മേലെ കയറ്റി അല്ലെ. എന്നിട്ടും ഇത് ബ്രേക്ക് ആവാൻ പറ്റിയില്ല. ഇവിടെ ബയേഴ്സ് ഉണ്ട്, എന്നിട്ടും ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവുന്നില്ല. അപ്പൊ ഉണ്ടോ, ഈ ക്യാൻഡിലിന് ലോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കാം. മുകളിലും റെസിസ്റ്റൻസ് ഏരിയയിൽ മുകളിൽ ബോഡി, താഴെ ഷേഡോ ഉള്ള ക്യാൻഡിൽ വന്ന അതാണ് ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ. ഓക്കെ ആണോ? ഈ 2 ക്യാൻഡിൽസ് ഓക്കെ അല്ലേ? എക്സാമ്പിൾസ് കാണിച്ചു കേട്ടോ. ഓക്കെ, റിപ്ലൈ ചെയ്യണം കേട്ടോ. ഹലോ, ഓക്കെ ബ്രോ. ഓക്കെ. തേർഡ് വൺ മറ്റേ കേട്ടോ, മാമിന് എന്തോ ഇഷ്യൂ വരുന്നു അവിടെ. ഓക്കെ, തേർഡ് ക്യാനലാണിത് അല്ലെ. ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് വിളിക്കും. ഒരു ബോഡി ഇല്ലാത്ത ക്യാൻഡിൽസ് ഡോജ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഡോജി എന്ന് വിളിക്കുള്ളൂ. ഇതിന് ബോഡി ഉണ്ടാവില്ല, ഒരു ഷേഡോ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും ഇത് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ എന്ന് പറയാൻ കാരണം അത്രേ ഉള്ളൂ. നമ്മൾ മുകളിലെ ഒരു ക്യാൻഡിൽസ് ഹലോ കേൾക്കാണ്ട് മാം? ഹലോ, ഓക്കെ, വോയിസ് ക്ലിയർ അല്ലേ രണ്ടുപേർക്കും? സോറി, ഇത്ര നേരം കണക്ഷന് പ്രശ്നം ഉണ്ടായിരുന്നു. ഹലോ, ഇപ്പൊ ഓക്കെ അല്ലേ? അത് ഇവിടുത്തെ പ്രശ്നമായിരുന്നു, ഞാൻ കേട്ടില്ല പറഞ്ഞത്. അല്ല, ഞാൻ എടുത്തിട്ടില്ല, പറഞ്ഞില്ല. കാരണം മാം എന്തോ ഇഷ്യൂ പറ്റിയെന്ന് അറിയായിരുന്നു. ഓക്കെ, ബാക്കി ഈ മൂന്നാമത്തെ ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാ. ഓക്കെ, തേർഡ് ക്യാൻഡിൽ ഗ്രേവ് സ്റ്റോൺ ഡോജി. നമ്മൾ ഈ ക്യാൻഡിൽ റെസിസ്റ്റൻസ് വന്നാലും നമുക്കൊരു സെൽ എൻട്രി നോക്കാം. കാരണം ഇതിൽ ബോഡി ഒന്നുമില്ല, ഇതിൽ റെഡ് ക്യാൻഡോ ഗ്രീൻ ക്യാൻഡോ ഒന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു ക്യാൻഡിൽ മാർക്കറ്റിന് റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ സെല്ലിംഗ് സോണിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൽ ട്രേഡ് നോക്കാന്ന് പറഞ്ഞു. കാരണം ഇത്രയേ ഉള്ളൂ, അത് ഒരു മാർക്കറ്റിന്റെ അല്ലെ ഒരു ഹയർ ഷെയർ, ഒരു ക്യാൻഡിൽസിന്റെ മുകളിലെ ഷെയർ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? സെല്ലേഴ്സ് ആണ് അല്ലെ. സോ അതുകൊണ്ട് നമുക്കിത് ഡൗൺ സൈഡ് ട്രേഡ്സ് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 ക്യാൻഡിലും റെസിസ്റ്റൻസിൽ വന്നാൽ നമുക്ക് സെൽ ട്രേഡ് നോക്കാം. സെൽ ട്രേഡ് നോക്കാം. ഇനി ഇതേ സെയിം 3 ക്യാൻഡിൽ നമ്മുടെ സപ്പോർട്ടിന് മുകളിൽ വന്നാൽ നമുക്ക് ബൈ നോക്കാം. അപ്പൊ അവിടെ പേര് മാറുന്നുള്ളൂ, മാത്രമേ ഉള്ളൂ. സപ്പോർട്ടിന് മുകളിൽ വന്നാൽ നമുക്കൊരു ബൈ സൈഡ് ട്രേഡ്സ് നോക്കാം. ക്ലിയർ ആണോ? ആ ക്യാൻഡിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഹാമർ, ബുള്ളിഷ് ഹാമർ എന്ന് വിളിക്കാം. കണ്ടോ, മുകളിൽ ബോഡി, താഴെ ഷാഡോ, ഒരു സപ്പോർട്ട് ആണ്. മാർക്കറ്റ് ഇങ്ങനെ സപ്പോർട്ടിക്ക് ഡൗൺ ചെയ്ത് താഴത്തേക്ക് ഡൗൺ സൈഡ് വന്നു അല്ലെ. ഡൗൺ വന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇത്രയും താഴത്തേക്ക് പോയി. നമുക്ക് 3 പേർക്കും അറിയാം അതൊരു സപ്പോർട്ട് സോൺ ആണ്, അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ ആണ്. അവിടെ നിന്ന് പ്രൈസ് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട് എന്നറിയാം. നമ്മൾ 3 പേര് ഇവിടുന്ന് മേടിച്ചു അല്ലെ. എന്നെ മേടിച്ചപ്പോ ഇത് ഇവിടെ ഷാഡോ ആയിട്ട് മാറി. നേരെ അപ്സൈഡ് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പോസിറ്റീവ് ക്ലോസ് കിട്ടി. വാട്ട് എവർ ഗ്രീൻ ആവട്ടെ റെഡ് ആവട്ടെ, അത് സപ്പോർട്ടിന് മുകളിലാണ്, ഒരു ബൈ എൻട്രി ആണ്.
സപ്പോർട്ടിന് മുകളിലാണെങ്കിൽ അതൊരു ബൈ എൻട്രി ആണ്. ഒരു പയ്യൻ. ഓക്കെ ആണോ? ആ ഇതാ നമുക്ക് ഇവിടുന്ന് ഒരു അപ്സൈഡ് ട്രേഡ്സ് നോക്കാവുന്നതാണ്. സപ്പോർട്ടിന് മുകളിൽ ഇങ്ങനത്തെ ഒരു ഹാമർ കാൻഡിൽ കിട്ടിയാൽ നമുക്ക് ബൈ എൻട്രി എടുക്കാവുന്നതാണ് ഇതിൽ. നെക്സ്റ്റ് വൺ ഇൻവെർട്ടർ ഹാമർ പറയും. ഇൻവെർട്ടർ ഹാമർ അല്ലെ, സപ്പോർട്ടില് ബോഡി താഴെ ഷാഡോ മുകളിലും അല്ലെ. ഈ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ബയ്യേഴ്സ് എല്ലാ കാൻഡിൽസിന്റെ താഴെ അല്ല സെല്ലേഴ്സ്. സെല്ലേഴ്സ്. എന്നിട്ട് പോലും ഇതിൽ ബൈ നോക്കാന്ന് പറഞ്ഞു. കാരണം എന്താ, നമ്മൾ കാൻഡിൽസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മുടെ ഏരിയ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോണില്. ഈ സപ്പോർട്ട് സോണിന് മുകളിലാണെങ്കിൽ എന്തൊക്കെ കാൻഡിൽസ് വന്നാലും നമ്മൾ ബൈ എൻട്രി മാത്രം നോക്കുള്ളൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വലിയൊരു റെഡ് കാൻഡിൽ സപ്പോർട്ട് മുകളിൽ വന്നാൽ ആ കാൻഡിൽ ട്രേഡ്സ് എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ സപ്പോർട്ടിന് മുകളിൽ വലിയൊരു റെഡ് കാൻഡിൽ വന്നുകൊണ്ട് സപ്പോർട്ട് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞതും ഒരിക്കലും ഡൗൺ സൈഡ് ട്രേഡ്സ് എടുക്കരുത്. കണ്ടോ, ഈ സപ്പോർട്ടിന് മുകളിൽ കണ്ടോ ഇങ്ങനത്തെ ഒരു ഇൻവെർട്ടർ ഹാമർ, താഴെ ബോഡി മുകളിൽ ഷാഡോ, ഗ്രീൻ ആവട്ടെ റെഡ് ആവട്ടെ ഏത് കളർ ഏതായാലും ഇത് ഇൻവെർട്ടഡ് ഹാമർ ആണ്. മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. തേർഡ് ലാസ്റ്റ് ക്യാൻഡിലാണത്. ലാസ്റ്റ് ക്യാൻഡില് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയും. മാർക്കറ്റിന്റെ താഴെ സപ്പോർട്ടിൽ ഒരു ക്യാൻഡിൽസിന് താഴെ മാത്രം ഷാഡോ, മുകളിൽ ബോഡി ഒന്നുമില്ല. സോ അത് നമ്മൾ ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് വിളിക്കും. ഇത് വന്നാൽ മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യാൻ ചാൻസ്. അപ്പൊ ഇതിലൊന്നും ആരും ട്രേഡ്സ് എടുക്കില്ല കേട്ടോ. ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ബെറ്റർ ചോദിച്ചാൽ ഇതാണ് ഏറ്റവും നല്ല വിന്നിംഗ് ആയിട്ടുള്ള ക്യാൻഡിൽ, ഹാമർ ക്യാൻഡിൽ. ഇതിനേക്കാൾ നല്ല ക്യാൻഡിൽസ് ആണ് ഇവിടെ ഇവിടെ ഇനി വരും. അടുത്ത ടോപ്പിക് നല്ല നല്ല ക്യാൻഡിൽസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇന്ന് ഈ 6 എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഈ ബുള്ളിഷ് ഹാമർ അല്ലെ, നല്ല ഇത് ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ബെറ്റർ ഇതാണ്. ഞാൻ പറഞ്ഞു ഈ സപ്പോർട്ടിന് മുകളിൽ ഇത് ഗ്രീൻ ക്യാൻഡിൽ ആയ ഹാമർ ആയി. അപ്പൊ റെഡ് ആണെങ്കിൽ എന്താവും? അത് തിരിച്ച് സപ്പോർട്ടിന് മുകളിൽ ഇതേപോലെ ഗ്രീനും ഇവിടെ റെഡും, ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നിരിക്കും. ഇതേ സെയിം റെഡ് ക്യാൻഡിൽ വന്നിരിക്കും. മുകളിൽ ബോഡി താഴെ ഷാഡോ, അങ്ങനത്തെ ക്യാൻഡിൽ വന്നാൽ അതിന് എന്താ വിളിക്കുന്നത് നമ്മള്? ഷൂട്ടിംഗ് സ്റ്റാർ ആവില്ലേ? അപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ റെസിസ്റ്റൻസിൽ വരണം. ഷൂട്ടിംഗ് സ്റ്റാറിൽ ഓക്കെ. റെസിസ്റ്റൻസ് താഴെ മാത്രമേ ഉള്ളൂ. ഇത് ഗ്രീൻ ആണ് റെഡ് ആണെങ്കിൽ ഹാമർ ആണത്. സപ്പോർട്ടിന് മുകളിൽ ബോഡി താഴെ ഷാഡോ വന്നാൽ അത് സപ്പോർട്ടിന് മുകളിലാണെങ്കിൽ അത് ഹാമർ ആണ്. റെഡ് ആവട്ടെ ഗ്രീൻ ആവട്ടെ വാട്ടർ, ക്യാൻഡിൽസിന് കളർ പ്രസക്തി ഇല്ല. അത് ഒരു ഹാമർ ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ഹാമർ ക്യാൻഡിൽ വിളിക്കുക. പിന്നെ നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് നോക്കുന്നത് കാരണം റെഡിനേക്കാളും ബെറ്റർ ഗ്രീൻ വരികയാണ് നല്ലത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഈ 6 ക്യാൻഡിൽസ് ഓക്കെ അല്ലേ? ഈ മൂന്നും ഇതും കൂടി പറഞ്ഞു ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് കണ്ടോ, നേരെ ഓപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്ത്. സാധാരണ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം നമുക്ക് ആ ട്രേഡ് ഗ്രൂപ്പിൽ അറിയാം. അതിന്റെ എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. രണ്ട് സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല, പക്ഷെ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇതാ ന്യൂട്രൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. നമുക്ക് നമുക്ക് ഇത് പറഞ്ഞു സപ്പോർട്ടിൽ ഒരു ഹാമർ വന്ന അപ്സൈഡ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം. അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നാൽ ഡൗൺ സൈഡ് മൂവ് ചെയ്യാൻ ചാൻസ് എന്നറിയാം അല്ലെ. പക്ഷെ നമുക്ക് ഒരു വ്യൂ ഇല്ലാത്ത കാൻഡിൽസ് ആണ് ഈ ന്യൂട്രൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിന്റെ അണ്ടറിലുള്ളത്. ഫസ്റ്റ് വൺ ഡോജി, പിന്നെ സ്പിന്നിങ് ടോപ്പ്. ഇത് സപ്പോർട്ടിലാവട്ടെ റെസിസ്റ്റൻസിലാവട്ടെ ഇത് വന്നു കഴിയുമ്പോൾ മാർക്കറ്റ് അടുത്ത ഒരു ട്രെൻഡ് എന്താന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അത് വന്നാൽ മാർക്കറ്റ് ന്യൂട്രൽ ആയിരിക്കും. നമുക്ക് നമ്മൾ ഈ ഒരിക്കലും നമ്മുടെ സപ്പോർട്ടിന് മുകളിൽ ഡോജി വന്നിരിക്കും. എന്നുവെച്ചാൽ ബോഡി ഇല്ലാതെ അപ്സ് ആൻഡ് ഡൗൺസ് ഷെയർഡ് ഉള്ള ക്യാൻഡിൽ വന്നാൽ നമ്മൾ ട്രേഡ്സ് എടുക്കില്ല. നമ്മൾ ആ ഒരു ക്യാൻഡിൽ വെച്ച് ട്രേഡ്സ് എടുക്കില്ല. ഒന്നല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽസിന്റെ പെർഫോമൻസ് നോക്കി ട്രേഡ്സ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ട്രേഡ്സ് എടുക്കുക. ഒരിക്കലും ആ സിംഗിൾ ക്യാൻഡിലിന്റെ ബേസിൽ നമ്മൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യില്ല അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ. സ്പിന്നിങ് ടോപ്പ് മാർക്കറ്റിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഈക്വൽ ഷാഡോസ്. വാട്ട് അവർ റെഡ് ആവട്ടെ ഗ്രീൻ ആവട്ടെ, സപ്പോർട്ടിലാവട്ടെ റെസിസ്റ്റൻസിലാവട്ടെ. സപ്പോർട്ടിലാണെങ്കിൽ നമുക്ക് ബൈയും ഇല്ല, റെസിസ്റ്റൻസിലാണെങ്കിൽ സെല്ലും ഇല്ല. കാരണം എന്താ, ന്യൂട്രൽ ആണ് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ എന്താണെന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? ഈ സ്പിന്നിങ് ക്യാൻഡിൽ കാണുമ്പോൾ മനസ്സിലാവണം എങ്ങനെയാ അത്? എന്താ ഗ്രീൻ അപ്സ് ആൻഡ് ഡൗൺസ് ഈക്വൽ ഷാഡോസ്, ഈക്വൽ അല്ല, ഏകദേശം ഒരു ഈക്വൽ ഷാഡോസ് ആയിരിക്കും മേ ബി. അതുപോലെ തന്നെ റെഡ് ഗ്രീനിങ് ബോഡിയിലേക്ക് കൂടുതൽ വിക്സ് ആയിരിക്കും രണ്ട് സൈഡ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? നമ്മള് 8 കാൻഡിൽസ് പറഞ്ഞു. 8 ഓക്കെ ആണോ? ഓക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ലൈവ് എക്സാമ്പിൾ നോക്കിയാലോ ചാർട്ടില്. ഇതുകൊണ്ട് നമുക്ക് ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് വരച്ച് തരണേ. നമ്മുടെ ബാക്കി എല്ലാ ഗ്രൂപ്പിൽ ഇടാറുണ്ട്, സ്റ്റുഡൻസ് ചെയ്യലുണ്ട്. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് കാണുന്ന ചാർട്ട് ഏതാണ്? ഇതില് ട്രേഡ് വ്യൂ കാണുന്നുണ്ടോ?
ഓക്കെ. ഇപ്പോഴോ? ഇല്ല. കാണാം. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചു തന്നതാണ്. അടുത്ത ഒരു പേര് നിങ്ങൾക്ക് അറിയാവുന്ന പേര് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ പേരെടുക്കാം. നിങ്ങൾക്ക് എന്തായാലും കുറച്ച് പേര് അറിയണ്ടാവല്ലോ, അറിയണല്ലോ എന്തായാലും ട്രീറ്റ്സ് നിങ്ങൾ ചാർട്ട് നോക്കണമെങ്കിൽ. ഏതെങ്കിലും ഒരു പേരിന്റെ പേര് പറഞ്ഞോ. യൂറോ USD. യൂറോ USD. അത് പിന്നെ സ്ഥിരമായിട്ട് പറഞ്ഞു. അതെ, ശരിയായിട്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ. ഇതിൽ എപ്പോഴും 4 hour സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് ബിഗിനിങ് സ്റ്റേജിൽ 4 hour സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത്. പെട്ടെന്ന് ഈസി ആയിട്ട് അനാലിസ് ചെയ്യാൻ പറ്റും. ഓക്കെ. യൂറോ USD നമുക്ക് നല്ല ട്രേഡ്സ് ഉണ്ടായിരുന്നു. ഉം. ഇത് റെസിസ്റ്റൻസ് ഏരിയ അല്ലേ? ആ ഓക്കെ. നമുക്ക് ഇവിടെ ക്യാൻഡിൽസ്, ഇവിടെ നമ്മളിപ്പോ ഇന്ന് എടുത്ത ക്യാൻഡിൽസ് ഇല്ല. ഇതാണ്, ഇത് നമുക്ക് അടുത്ത ദിവസം എടുക്കാനുള്ള ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഇന്നത്തെ ക്യാൻഡിൽ ഇല്ല. അതുപോലെ ഇത് കണ്ടോ, ഇത് നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു, സപ്പോർട്ട് മാർക്ക് ചെയ്യുക അല്ലേ? ആ ഓക്കെ. ഈ ഒരു ക്യാൻഡിലിന്റെ വേറെന്താ? ഈ ഒരു ക്യാൻഡിലിന്റെ വേറെന്താ? ഏതാണ്? ഓക്കെ, ഈ മുകളിൽ ബോഡി താഴെ ഷാഡോ. ഒരു മിനിറ്റ്. മുകളില് കൂടി താഴെ ഷാഡോ അല്ല, നമ്മള് മുകളിലോട്ടാണ്. നമ്മൾ ചിറ്റിക എന്താ വിളിക്കുക? ചിറ്റിക, ഹാമർ ഹാമർ. ഓക്കെ, ഹാമർ. നിങ്ങൾക്ക് ഇതിൽ ഇവിടെ മുകളിലോട്ട് ട്രേഡ്സ് എടുക്കാൻ പറ്റുമോ? ഇല്ലേ? എടുക്കാൻ ട്രേഡ്സ് പറ്റും. എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇവിടെ സപ്പോർട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ? ഏത്? ഇത് ഇവിടെ സപ്പോർട്ടാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റിയത് എങ്ങനെ? ആ ഇവിടെ പ്രീവിയസ് ഇയർ ഓ സപ്പോർട്ട് ഒന്നുമില്ലോ. നമുക്കൊരു സപ്പോർട്ട് മനസ്സിലാവണമെങ്കിൽ ഇത് മൂന്നാമത്തെ പോയിന്റെങ്കിലും എത്തണം. യെസ്. ഇവിടെ നമുക്ക് ട്രേഡ്സ് കിട്ടിയിട്ടില്ല. ഇതിൽ നമുക്ക് ട്രേഡ്സ് കിട്ടിയിട്ടില്ല. മേ ബി ഇവിടെ നോക്കായിരുന്നു, പക്ഷെ ഇവിടെ അത്ര കിട്ടി ഓക്കെ ഓക്കെ ആയിട്ട് തോന്നിയില്ല. കിട്ടും, മേ ബി നിങ്ങൾക്ക് അത് കിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ കണ്ടോ, ഈ ഇത് കണ്ടോ, ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ? ഒരിക്കൽ വൺസ് ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ പഴയ റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും? സപ്പോർട്ടായിട്ട് മാറും. യെസ്. ഇവിടെ നിങ്ങൾക്ക് ട്രേഡ്സ് നോക്കായിരുന്നു അല്ലെ? ഇതിൽ നിങ്ങൾക്ക് ട്രേഡ്സ് നോക്കാം അല്ലെ? ഇതൊരു ഹാമർ ക്യാൻഡിൽ അല്ലേ? അല്ലേ? ഇതൊരു ഹാമർ അല്ലേ ഇത്? അതെ അതെ. അവിടെ ട്രേഡ്സ് എടുക്കുക. അത് എടുക്കാനുള്ള വേറെ നല്ലൊരു മെത്തേഡ് അവിടെ ഉണ്ട്. ഇത് ജസ്റ്റ് അത് പിന്നെ പറയാം. അതെ, നല്ല അടിപൊളി മെത്തേഡ് ഉണ്ടോ. അപ്പൊ ഇവിടെ ഈ മാമിന് ക്ലിയർ അല്ല, ഇത് ഹാമർ ക്യാൻഡിൽ അല്ലെ? സപ്പോർട്ട്, പഴയ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേലെ കയറി സപ്പോർട്ട്, ഇവിടെ ട്രേഡ്സ് നോക്കായിരുന്നു. ഇതിലല്ലാതെയും വേറെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളതാണ്. ആ ക്യാൻഡിൽ കണ്ടോ നിങ്ങൾക്ക് ഇതില്. ഓക്കെ. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ഇതൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഇതില് ഇങ്ങനെയും ട്രേഡ് കൊടുത്തത്, ഇത് കണ്ടോ, ഇങ്ങനെയും ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ടാവും. ഇത് റെസിസ്റ്റൻസ് അല്ലേ? റെസിസ്റ്റൻസ്. അത് നേരത്തെ വരച്ചത് 4 hour ഇത് 1 hour. ഇത് 1 hour അല്ല. ഈ റെസിസ്റ്റൻസ് വാലിഡ് ആണ്, കാരണം ഈ റെസിസ്റ്റൻസിലാണോ ഓൾമോസ്റ്റ് അതിൽ ഇതാ 2, 3, 4, 5 കണ്ടോ, 5 വട്ടം ആ ട്രെൻഡിലെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അല്ലെ? 5 വട്ടം അതിൽ ടച്ച് ചെയ്തിട്ടില്ലേ? അപ്പൊ ആ റെസിസ്റ്റൻസ് വാലിഡ് ആണ്. ആ റെസിസ്റ്റൻസ് വാലിഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ആർക്കെങ്കിലും അറിയോ? ഈ ഒറ്റ ക്യാൻഡിൽ ട്രേഡ്സ് എടുക്കാൻ പറ്റും. ഈ ഒറ്റ ക്യാൻഡിൽ ട്രേഡ്സ് എടുക്കാൻ പറ്റും. ആ ക്യാൻഡിൽ ഏതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എടുത്തിട്ടില്ല, മേ ബി എന്ന് എടുക്കണ വിചാരിച്ചാണ്, പക്ഷെ ടൈം ഇല്ല. നെക്സ്റ്റ് ദിവസം എടുക്കാം നമുക്ക്. നല്ല മോസ്റ്റ് പവർഫുൾ നമുക്ക് ക്യാൻഡിൽസിന്റെ അണ്ടറിൽ നല്ലൊരു വിന്നിംഗ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണത്. ബുള്ളിഷ് മർബോസ് എന്ന് പറയും. ആ ക്യാൻഡിൽ പ്രത്യേകത ഉണ്ട്. എല്ലാ ക്യാൻഡിൽസിനും താഴെ മേലെ ഷാഡോസ് ഇല്ലേ? ആ ഒരു ക്യാൻഡിൽ മാത്രം അതില്ല അല്ലേ? അപ്സ് ആൻഡ് ഡൗൺസ്. ബാക്കി എല്ലാ 100 ക്യാൻഡിൽ എടുത്ത ആവറേജ് ഒരു 80 ക്യാൻഡിൽസും അപ്സ് ആൻഡ് ഡൗൺസ് ഷാഡോസ് ഉണ്ടാവും. ആ ഒരു ക്യാൻഡിൽ കണ്ടോ, അപ്സ് ആൻഡ് ഡൗൺസ് ഷാഡോസ് ഇല്ല അതിന്. അതെന്താ? അത്ര മോസ്റ്റ് നല്ല ഹൈലി ബൈയിങ് പ്രഷറിൽ മാത്രം ഫോം ആവുന്ന ക്യാൻഡിൽസ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിലിന് ട്രേഡ് എടുത്തുകൊണ്ട് നമുക്ക് എസ് എൽ വരും. അതിലെങ്ങനെ ട്രേഡ് ചെയ്യാൻ പിന്നെ പറഞ്ഞാൽ അപ്പൊ ക്യാൻഡിൽസ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് കണ്ടോ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ വന്നിട്ടില്ലേ? ഇത് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലേ? താഴെ ബോഡി മുകളിൽ ഷാഡോ. അതുപോലെ ഇവിടെ കണ്ടോ, മുകളിൽ ബോഡി താഴെ ഷാഡോ. ഈ ക്യാൻഡിൽസിന്റെ പേരെന്താ? ഹാങ്മാൻ അല്ലെ? ഒരാള് സൂയിസൈഡ് ചെയ്യുമ്പോൾ ഹെഡ് മുകളിലും ഉടല് താഴെ അല്ലെ? ആ ഒരു കോൺസെപ്റ്റ് എടുത്താൽ മതി. ഇത് ഓക്കെ. ഇത് പെർഫെക്റ്റ്. ഇത് പെർഫെക്റ്റ് അല്ലേ? ഇത് താഴെ ബോഡി മുകളിൽ ഷാഡോ.
അല്ലേ? പുട്ടിങ്. യെസ്. നിങ്ങൾക്ക് ഇത് പ്രൈസ് ആക്ഷൻ ആയിട്ടുള്ള ട്രേഡ്സ് ആണ്. ഇത് വെച്ച് മാത്രം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റും. അടുത്ത പേര് പറഞ്ഞു. ഇവിടെ ചാർട്ട് കാണിച്ചു, ഇവിടെ വാച്ച് ലിസ്റ്റ് കാണിച്ചാൽ ഇതിൽ ഏത് പേരാണ് ഈ പറയുന്നത് നിങ്ങൾക്ക്? USD കാർഡ്. USD CAD അല്ലേ? USD CAD. USD CAD ട്രേഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ മുതല് ഇവിടെ വരെ ട്രേഡ് ഉണ്ട്. അത് ഫുള്ള് കിട്ടുന്ന ഞാൻ പറയുന്നില്ല. അല്ലെ? ഇതിൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാനുള്ള റീസൺ മനസ്സിലായോ? ഈ ട്രേഡ് ഇവിടെ എടുക്കാനുള്ള റീസൺ മനസ്സിലായോ? മൂന്നാമത്തെ പോലെ. അല്ലെ? ഇത് ഇവിടെ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ മനസ്സിലായോ? മൂന്നാമത് സപ്പോർട്ട് മൂന്നാമത്തെ പോയിന്റ്. ആ സപ്പോർട്ടിൽ തന്നെ തട്ടിയിട്ട് മൂന്നാമത് സപ്പോർട്ട് 2, അതുപോലെ സപ്പോർട്ട് 3 അല്ലെ? സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം എടുത്താണോ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? സപ്പോർട്ട് അവിടുത്തെ ക്യാൻഡിൽ നോക്കാൻ എനിക്ക് കാണുന്നില്ല. ക്യാൻഡിൽ കാണുന്നില്ല. കൺഫർമേഷൻ ഇവിടെ എന്താ കൺഫേം? ഞാൻ പറഞ്ഞില്ലേ, സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് കയറാൻ നിർബന്ധമില്ല. അവിടെ കൺഫർമേഷൻ എടുക്കണം അല്ലെ? സപ്പോർട്ട് നമ്മൾ പറയും, സപ്പോർട്ട് കയറാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ മാത്രമാണ്. അവിടെ കൺഫർമേഷൻ നോക്കിയിട്ടാണ് കയറില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ കൺഫർമേഷൻ എന്തായിരുന്നു? ഇവിടെ സപ്പോർട്ട് വർക്കിംഗ് ആണ്, സപ്പോർട്ട് ഓക്കെ എന്നുള്ളതിന് കൺഫർമേഷൻ എന്തായിരുന്നു? മാം എന്തായാലും പറഞ്ഞേ പറ്റൂ. മാം ഡീപ്പായിട്ട് ക്ലാസ് കിട്ടിയിട്ടുള്ള മാമിന്. ശരൺപുർ ഒന്ന് കയറിയിട്ടുള്ളൂ വിചാരിക്കാം. അതായത് എനിക്ക് ക്യാൻഡിൽ വ്യക്തമല്ല, ഞാൻ സൂം ചെയ്താലേ കാണാം. ഓക്കെ, ഈ ഏരിയ. ഓക്കെ. ആ ക്യാൻഡിലാണോ റെഡ്? എന്താ പറയാ, ഈ സപ്പോർട്ടിൽ എന്താണ്? ഞാൻ ഇവിടെ സപ്പോർട്ട് സോൺ ആണിത്. അപ്പൊ ഇവിടെ എന്താണ് കൺഫർമേഷൻ നമുക്കുള്ളത്? ട്രേഡ് എടുക്കാനുള്ള കൺഫർമേഷൻ മാമിന് അറിയായിട്ടല്ലാന്ന് തോന്നുന്നു. മാം ജസ്റ്റ് പറയാനും മടി. ഇതാണോ ആ സാധനം? എനിക്കറിയാം. അല്ല, സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ക്യാൻഡിലിന് ഞാൻ ഉദ്ദേശിച്ചു ഈ ഒരു ക്യാൻഡിൽ എന്താ? ഈ ക്യാൻഡിൽ റെഡ്, ഇത് ബുള്ളിഷ് ഹാമർ അല്ലേ? അല്ലേ? അല്ല, മാം ഈ ക്യാൻഡിൽ കണ്ടതാണ് അല്ലെ? അപ്പൊ മാമിന് തോന്നാത്തത് എന്തുകൊണ്ട് ഇത് ഹാമർ ആയില്ല, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ക്ലിയർ ആവും നമുക്കത്. എന്തെങ്കിലും ഇത് ഞാൻ പറഞ്ഞപ്പോ കണ്ടു അല്ലേ? അതത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കിങ്ങനെ അത് ഫുള്ളി കാണുമ്പോ പെട്ടെന്ന് ഇതിൽ കാണിക്കുന്നത് നമ്മളെ ഹാമറിന് പടം പഠിച്ചതുപോലെ പെട്ടെന്ന്. ഓക്കെ. അത് ജസ്റ്റ് ഒരു ഗൂഗിൾ ഇമേജ് മാത്രാട്ടോ. അതെ, ആ ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ഹാമർ തപ്പിക്കൂടുന്നത്. ചെറിയ ഷാഡോ അല്ലെ? ഇത് ലൈവ് മാർക്കറ്റാ. ആൾക്കാരുടെ ഫീലിങ്സ് മൊത്തം ഇതിലുണ്ടാവും. യെസ്, ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇത് കണ്ടപ്പോ ഓക്കെ ആയില്ലേ ഹാമർ? യെസ്. ഉണ്ടോ? ഇവിടെ ട്രേഡ്സ് എടുക്കായിരുന്നു. ഇവിടെ മാമിന് ട്രേഡ്സ് എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഇവിടെ എടുത്തതിന് ഇതിന് താഴെ എസ് എൽ വയ്ക്കും. എസ് എൽ ആണ് 0.46 ആണ് എസ് എൽ. 0.46 ആണ് എസ് എൽ. അപ്പൊ അതേ ഒരു കോൺസെപ്റ്റ്, അതേ ഒരു 0.46 പ്രോഫിറ്റ് എടുത്ത് മാറാം. 1:1 അല്ലെങ്കിൽ 0.8 എടുക്കാം. 80 പറയുമ്പോൾ 0.1:2 ആയി. 1% റിസ്കിന് 2% പ്രോഫിറ്റ്. അത് വിട്ടേക്കാം അല്ലെ? ഇപ്പൊ മാം ഇവിടെ ട്രേഡ് എടുത്ത് കഴിഞ്ഞു. ഈ ഒരു ഭാഗത്ത് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. നമ്മൾ ഇതിന് താഴെ വെക്കും. ആ ഒരു ഹാമർ ക്യാൻഡിൽ താഴത്തേക്ക് ആ ചാർട്ട് ഇറങ്ങി കഴിഞ്ഞു, ആ ട്രേഡ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറും. ഓക്കെ, നമുക്ക് അത്ര യൂസ് മതി. യെസ്, അതെ. അപ്പൊ അത് കണ്ടോ? ഇവിടെ കണ്ടോ? ഇതിൽ പേഴ്സൻറ്റേജ് കൊടുത്തോ? 0.47 കണ്ടോ? അപ്പൊ 0.5% മാമിന് ലോസ് വരും. അപ്പം 0.5% മാം റിസ്ക് എടുക്കുന്നത്. 0.5% മാം റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ് എത്ര വേണം? അരെങ്കിലും വേണം. എന്താ? അപ്പൊ ഇതിന് വിളിക്കുന്ന പേര് 1:1. എടുക്കുന്ന 1% റിസ്കിന് 1% പ്രോഫിറ്റ്. ക്ലിയർ ആയോ? യെസ്. ഇനി യെസ്. അപ്പൊ ഇതിനിപ്പോ 47-90 ആണെങ്കിൽ 1% റിസ്കിന് 2% പ്രോഫിറ്റ്. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇതൊരു ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചാർട്ട് എടുക്കാം. ഓക്കെ, USD CAD ഞാൻ വേറെ ട്രേഡ് ഉണ്ടാവുന്നത് നോക്കട്ടെ.
അതുപോലെ ഇതിൽ കണ്ടോ, ഇവിടൊക്കെ വേറെ റീസൺ കൂടി ഉണ്ട്. ഈ ഒരു ഏരിയ കണ്ടോ, നല്ല റെസിസ്റ്റൻസ് സോൺ അല്ലേ, അല്ലേ? ആ ഇത് കഴിഞ്ഞ ദിവസം മാമിനോട് വരപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ബോക്സ് വരപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ആ നമുക്ക് ഒരിക്കലും ഒരു സപ്പോർട്ട് ഒരു ലൈൻ ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല, ഒരു സോൺ ആയിട്ട് വരയ്ക്കാൻ ഇല്ല, ഒരു പറ്റുന്നുണ്ടോ? സോണായിട്ട് വരയ്ക്കുന്നു. യെസ്, അത് ജസ്റ്റ് വെറുതെ മാം അത് ചെറിയ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ആദ്യം വെച്ചിട്ട് അവർ അങ്ങനെ പറയുള്ളൂ. കണ്ടോ, ഇത് ബ്രേക്ക് ചെയ്തപ്പോ കണ്ടോ, ബ്രേക്ക് ചെയ്തോ, നല്ല സ്ട്രോങ്ങിൽ കയറി പോയിട്ടുണ്ട്. പിന്നെ ഇത് അടുത്ത ട്രേഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോ അടുത്ത മാർക്കറ്റ് വരാൻ ചാൻസ് ഏരിയ അറിയോ? ഇത് ബ്രേക്ക് ഔട്ട്, ഇതാണ് ബ്രേക്ക് ഔട്ട് അല്ലെ? ഇത് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ്, മേ ബി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇതിൽ സെൽ ട്രേഡ് പറയാൻ കാരണം. അതാണ് ഇതിൽ സെൽ ട്രേഡ് പറയാൻ കാരണം. ഇല്ല പറഞ്ഞു. അപ്പൊ ഇനി ആ ചോദിച്ചു ഡൗട്ട്സ് ചോദിച്ചില്ല, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആ അല്ല അതിൽ ഇനി അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. യെസ്, അതെ, ഇനി സപ്പോർട്ടഡ് ആക്ട് ചെയ്യാം. അപ്പൊ ഇത് കണ്ടോ, ഇത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. എപ്പോഴും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് വീണ്ടും റീടെസ്റ്റ് ചെയ്യും. ആ റീടെസ്റ്റ് ആണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡൗൺ കഴിഞ്ഞപ്പോ ഇവിടെ ഡൗൺ വരും, അത് ഡൗൺ സൈഡ് ട്രേഡ്സ് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇത് ഡൗൺ കാണുമ്പോൾ പാനിക്കാവേണ്ട ആവശ്യമില്ല, കാരണം അത് അടുത്ത ബയേഴ്സിന് ഇവിടെ കയറാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, അപ്പ് സൈഡ് കയറാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നമുക്ക് വീണ്ടും ബൈ എടുക്കാം. ഈ ക്ലാസ് റെക്കോർഡിംഗ് ആണ്, നിങ്ങൾക്ക് ഇത് വരും മാസങ്ങളിൽ ചെക്ക് ചെയ്യാതൊക്കെ, വരും മാസങ്ങളിൽ ചെക്ക് ചെയ്യും. അതിന് വേറെ കാര്യമുണ്ട്, ഇത് ഇവിടെ നിന്ന് കയറുന്നു പറയുമ്പോൾ കയറാൻ പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്, മാർക്കറ്റിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇവിടെ ട്രേഡ്സ് എടുക്കുക. ഒരിക്കലും ഇവിടെ നിന്ന് കയറാൻ ഒരു യാതൊരു നിർബന്ധവും. ഇത് ഇങ്ങനെ താഴ്ത്തി പോയേക്കാം. മാർക്കറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ യെസ് പോയേക്കാം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് നോക്കാം, ഇത് യൂറോ യൂഎസ്ഡി ഡിസ്കസ് ചെയ്താണ്. USD CHF, GBP USD അല്ലെ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ മാർക്കറ്റ് ബൈ എടുക്കാൻ പറ്റൂല്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞത് അതാണ് നിങ്ങൾക്ക് ഒരു ചാർട്ട് കണ്ട പെട്ടെന്ന് പറയാം. അതൊരു കഴിവാണ്, അതൊരു സ്കില്ലാണത്. ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റിൽ നിന്ന് ഒരു ബൈ എടുക്കാൻ പറ്റൂല, ഒരു ബൈ എൻട്രി പറയുമ്പോൾ അപ്സൈഡ് പോയ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിൽക്കുന്നോടത്ത് ഒരു ബൈ എൻട്രി എടുക്കാൻ പറ്റൂലേ? എടുക്കാൻ പറ്റും. അതിന് നോക്കേണ്ടത് ഇവിടേക്കല്ല നോക്കേണ്ടത്, നമ്മളിപ്പോ നോക്കേണ്ടത് ഇവിടേക്കായിരിക്കും അല്ലെ? അല്ലല്ലോ, താഴത്തെ പോയിന്റുകളിൽ ഇപ്പൊ ഇവിടെ നിന്നല്ല നോക്കേണ്ടത്. നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ഈ ഏരിയ, നമുക്ക് ഇവിടെയാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലെ? ഇതിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കുക, ഇവിടെ നോക്കുക. ഇവിടെ നോക്കി നമുക്ക് ഇവിടെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ക്ലിയർ അല്ലേ? ഇപ്പൊ മാർക്കറ്റ് എവിടെ നിൽക്കുന്നു അതിന് ലെഫ്റ്റ് സൈഡ് മൊത്തം നോക്കുക. എന്നിട്ട് ഈ ബ്രഷ് ടൂൾ എടുത്തിട്ട് മാർക്കറ്റ് ഡൗൺ വന്ന ഏരിയയിൽ മാർക്ക് ചെയ്യുക. ആദ്യം മാർക്കറ്റ് ഇവിടെ ഡൗൺ വന്നു അല്ലെ? പിന്നെ ഇവിടെ ഡൗൺ വീണു, ഇവിടെ നിന്ന് വീണു അല്ലെ? ഇനി ഇവിടെ നിന്ന് മാം ബൈ എടുക്കുവോ? ഇല്ലല്ലോ, താഴ്ത്തി. കാരണം അവിടെ നിന്ന് താഴ്ത്തിക്ക് പോകും. അത് റെസിസ്റ്റൻസ് ആണ്, സെല്ലിംഗ് സോൺ ആണ്, നോൺ ട്രേഡ് എടുക്കാൻ പറ്റില്ല. സിമ്പിൾ അല്ലല്ലോ നിങ്ങൾ ഇത് വെച്ച് മാത്രം ട്രേഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവാൻ പറ്റും, ഷുവർ ആയിട്ടാവാൻ പറ്റും. ഞാൻ പറഞ്ഞ നോക്കണ്ട, വെറുതെ ഞാൻ പറഞ്ഞ കാര്യം ജസ്റ്റ് വെറുതെ ChatGPT വെറുതെ അപ്ലൈ ചെയ്ത് നോക്കാം, അപ്പൊ അവരെന്നെ പറയും. ഇതിലെല്ലാത്തിനും നമുക്ക് റിസ്ക് മാനേജ്മെന്റ് ഉള്ളൂ. കാരണം ഇവിടെ മാം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാമിന്റെ പ്രോഫിറ്റ് മേ ബി ഇതൊക്കെ ആയിരിക്കും. കറക്റ്റ് ഇതിന് വിലക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറുക, പിന്നീട് പ്രോഫിറ്റ് ആവും പറഞ്ഞിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ നഷ്ടം കുറയട്ടെ, കുറഞ്ഞിട്ട് വിൽക്കാം, ആ സാധനം ഇല്ല, കറക്റ്റ് ഇറങ്ങിപ്പോരുക. ഓക്കെ, അതുപോലെ ഈ ഏരിയ കണ്ടോ, ഭയങ്കര അടിപൊളി കണ്ടോ. ഇതിവിടെ സപ്പോർട്ടായിരുന്നു അല്ലെ? ഇവിടെ മാർക്കറ്റ് സപ്പോർട്ടായിരുന്നു, തിരിച്ച് താഴത്ത് ബ്രേക്ക് ചെയ്ത് പോയി. പിന്നെ സപ്പോർട്ട് സോൺ പുതിയ റെസിസ്റ്റൻസ് ആയിട്ട് മാറി, ഇവിടെ റെസിസ്റ്റൻസ് ആയി, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാറി. പഴയ സപ്പോർട്ട് പുതിയ റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ഇനി മേ ബി മാർക്കറ്റ് ഇത് റെസിസ്റ്റൻസ് ആണ്, ഇനി അഥവാ ഇത് ബ്രേക്ക് ചെയ്ത് മേലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് ഈ ലെവൽ സപ്പോർട്ടായിട്ട് മാറും. ഓക്കെ ആണോ? ജസ്റ്റ് AUD USD, ഇത് USD JPY, ഇതൊക്കെ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യുന്ന ട്രേഡ്സ് ആണ്. എന്റെ റീസൺസ് എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ട്രേഡ് ഉണ്ടോ, ഇതില് ഇവിടെ ഇങ്ങനെ ട്രേഡ് ഇരിക്കുന്നുണ്ട്, ട്രെൻഡ് ഇരിക്കുന്നുണ്ട് 1 2. ഇതൊക്കെ കഴിഞ്ഞപ്പോ മേ ബി ഇവിടെ എത്തിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ 4 ഹവറിന്റെ എടുക്കുന്നു, പലതും പലതരത്തിലും നമുക്ക് കാണുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ എടുത്തിട്ട് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് 4 ഹവർ ആണോ എടുക്കേണ്ടത്?
എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ ആ ട്രേഡ് വിൻ ചെയ്യാൻ റേഷ്യോ കൂടുതലാണ്. അപ്പൊ ജസ്റ്റ് നമ്മളെപ്പോഴും ഇതിൽ 4 hours മാർക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എൻട്രി എടുക്കുക എപ്പോഴും 1 hour 30 minutes 50 minutes ആയിരിക്കും. കാരണം അത് കുറച്ച് മാം മനസ്സിലാവും. കാരണം 30 minutes നമുക്ക് എസ് എല്ലും ചെറിയ എസ് എൽ ഉണ്ടാവുള്ളൂ. 1 hour നമുക്ക് 1 hour ക്യാൻ ക്ലോസ് ഇട്ടപ്പോഴാണ് 1 മണിക്കൂറിന് ശേഷമാണ് അല്ലെ. 50 minutes ഇട്ടാ നമുക്ക് അതിന് മുന്നേ അറിയാൻ പറ്റും എന്താ അവസ്ഥ എന്ന്. 4 hour ക്യാൻഡിൽ നോക്കുന്ന ഒരാൾക്ക് 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ ക്യാൻഡിൽ ഗ്രീൻ ആയ റെഡ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഗ്രീൻ ക്യാൻഡിൽസ് 4 hour ഗ്രീൻ ക്യാൻഡിൽ ആയിട്ട് ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിൽസ് ആ 4 hour ഫസ്റ്റ് 30 minutes 50 minutes അല്ലെങ്കിൽ 1 hour കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ആണ്. ആ പക്ഷെ 4 hour ഫസ്റ്റ് 1 hour എൻട്രി കിട്ടും. ബാക്കി 3 hour നമുക്ക് റെഡി ചെയ്യാം. ബാക്കി 3 hour പ്രോഫിറ്റ് നമുക്ക് എടുക്കും. അല്ല 4 hour നോക്കുന്ന ആൾക്ക് എന്താ ആ 4 hour ക്ലോസ് കഴിഞ്ഞതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ പറ്റും. പക്ഷെ അവരുടെ ട്രേഡ്സ് ഒന്നും വിന്നിങ് റേറ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മള് ഓക്കെ ആ റിസ്ക് ആ കൂടുന്തോറും അതെ അങ്ങനെ അത് ജസ്റ്റ് ക്ലാസ്സിന്റെ അതിനെ മനസ്സിലാവും അതൊക്കെ. ഓക്കെ, ഇത് ക്ലാസ് ഓക്കെ അല്ലേ? ജസ്റ്റ് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള ടോപ്പിക് ക്യാൻഡിൽസ് ആയിരുന്നു. അതിൽ നമുക്ക് 8 ക്യാൻഡിൽസ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്യാൻഡിൽസ് നെക്സ്റ്റ് ഡേ എടുക്കും. ജസ്റ്റ് ഇതൊന്ന് വരച്ച് കാണിച്ചു മാം. ജസ്റ്റ് മാം ഗ്രൂപ്പിൽ ഇട്ടോ എന്തറിയോ, അത് ബാക്കിയുള്ളവർക്ക് ടിക്ടോക്ക് കറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടിക്ടോബ്രോ ശ്രീജിത്ത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കൂടി പ്രചോദനമാവും മാം ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ ഷാരോൺ ബ്രോ ക്ലാസ് ഓക്കെ അല്ലേ? ഓക്കെയാണ് ബ്രോ, ഓക്കെയാണ്. ഓക്കെ ഞാൻ കഴിഞ്ഞ 2 ക്ലാസ് മിസ്സായ കാരണേ ഓക്കെ എനിക്ക് കറക്റ്റ് ഒന്ന് അതൊന്ന് ഐഡിയ റെക്കോർഡ് കിട്ടില്ല. സെഷൻ കേട്ടിട്ടേ ഇപ്പൊ എന്തായാലും ചാർട്ട് ഒരു ആ ഗ്രൂപ്പിൽ ഇട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ 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 ഒന്ന് മൈൻഡ് കിട്ടുന്നത്. ഓക്കെ ശരി ഓക്കെ എന്നാ. ഓക്കെ ബൈ ബൈ. ബൈ. താങ്ക് യു. ഓക്കെ മാം ഓക്കെ. താങ്ക് യു.